സിനിമയിൽ നിങ്ങളുടെ മുഖം ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടാൽ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വിതരണക്കാരൻ 18 വയസ്സുള്ള പെൺകുട്ടിയോട് പറയുന്ന വാക്കുകളാണിവ. ജോഫിൻ ടി ചാക്കോയുടെ രേഖാചിത്രം ഒരു അന്വേഷണാത്മക ത്രില്ലറാണ്. അതിൽ ഒരു പോലീസുകാരനായ നായകൻ 1985 പുറത്തിറങ്ങിയ കാതോട് കാതോരം എന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് കാണാതായ ഒരു പെൺകുട്ടിയുടെ തിരോധാനം അന്വേഷിക്കുന്നു. സംവിധായകനും അണിയറ പ്രവർത്തകരും ചേർന്ന് വർത്തമാനകാലവും ഭൂതകാലവും പരസ്പരം ഇഴചേർത്ത് തിരക്കഥ ഗംഭീരമാക്കിയിരിക്കുന്നു. പുതുമ നഷ്ടപ്പെടാത്ത ആ 80കളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു നടന്നാലോ? പ്രശസ്ത സംവിധായകൻ ഭരതൻ പാട്ടിലൂടെ പറഞ്ഞ ജീവിതമായിരുന്നു കാതോട് കാതോരം. ലൂയിസിനെ ഉയരത്തിൽ വൈക്കോൽ കയറ്റിയ ലോറിയിലാണ് സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. ആകാശം നോക്കി ലോറിയിലെ വൈക്കോൽ കൂനയുടെ കനമില്ലായ്മയിൽ ലൂയിസിൻ്റെ ആ കിടപ്പ്, ലാഘവമാർന്ന ആ അവസ്ഥ വീടകങ്ങളിൽ തളച്ചിടപ്പെടുന്ന മനുഷ്യരെ കൊതിപ്പിക്കുന്നത് കൂടിയാണ്. അജ്ഞാത വഴികളിലൂടെയുള്ള സഞ്ചാരം. അതിനിടെ എവിടെയോ ലോറി നിർത്തിയപ്പോൾ വിശ്രമത്തിനായി ഇറങ്ങിയ ലൂയിസ് തിരിച്ചെത്തുമ്പോഴേക്കും ഡ്രൈവർ ലോറി മുന്നോട്ടെടുത്തിരുന്നു. അജ്ഞാതമായ ഒരിടത്ത് എത്തിച്ചേർന്നതിൻ്റെ ആകാംക്ഷയിലേക്കും ഹരത്തിലേക്കും ഭരതൻ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നു. ഏതോ ഒരു നിയോഗം പോലെ ബഹുമുഖ പ്രതിഭയായ ലൂയിസ് എത്തിപ്പെടുന്ന ആ മലയോര ഗ്രാമം, അവിടെ പ്രാരാബ്ധങ്ങളോടും സ്നേഹശൂന്യനായ ഭർത്താവിനോടും പൊരുതി നിൽക്കുന്ന മേരിക്കും മകനും തണലും തുണയുമാകുന്നു. ചെങ്കുത്തായ മലനിരകളുള്ള കൊടൈക്കനാലിലെ ഒരു ഗ്രാമമായിരുന്നു ലൊക്കേഷൻ. ചെറിയ കുടിൽ, കാലികളും കോഴികളും വാഴക്കൃഷി തുടങ്ങിയവയെല്ലാം നട്ടുപിടിപ്പിച്ച് കുന്നിൻ ചരിവിൽ താമസിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം ഒരുക്കിയെടുക്കുകയായിരുന്നു. മണ്ണിൽ ചവിട്ടി നിന്ന് ആ മഹാപ്രതിഭ ഒരുക്കിയ ഓരോ ഫ്രെയിമുകളും മനോഹരമായ പെയിൻറ്റിംഗ് പോലെയായിരുന്നു. പള്ളിയിലെ ക്വയർ സംഘത്തിൽ ഒരു പാട്ടിനൊപ്പം ഒന്നിച്ചു പാടുന്ന ലൂയിസും മേരിക്കുട്ടിയും. ഒരുമയുള്ള രണ്ട് ഹൃദയങ്ങൾ, അവർ ഒന്നായി പാടിയൊഴുകുന്ന ജീവിത നദിയുടെ മനോഹാരിത പാട്ടിനെ അനശ്വരമാക്കുന്നു. എത്രയോ വർഷങ്ങൾക്ക് ഇപ്പുറവും ചിത്രത്തെയും അതിലെ ഗാനങ്ങളെയും ജനങ്ങൾ ഹൃദയത്തിലേറ്റുന്നത് ഇന്നും പുതുമ ബാക്കിയാവുന്ന ആ മനോഹാരിത കൊണ്ട് തന്നെയാണ്. ചിത്രത്തിന് ജോൺ പോളായിരുന്നു തിരക്കഥ എഴുതിയത്. ആരോ പാടിത്തേകുന്ന തേനലകളിൽ ജീവിതം മധുരം ചുരത്തുമ്പോഴൊക്കെ സംഗീതപ്രേമികൾ ഇന്നും ഓർത്തുമോളുന്നു. ONVയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് ലതിക ഒറ്റത്തവണ പാടിയപ്പോൾ തന്നെ ഭരതൻ ഓക്കെ പറഞ്ഞിരുന്നു. ലതികയുടെ മനോഹരമായ ഹമ്മിങ് മംഗളകാര്യങ്ങൾ ഉണർത്തുന്ന വിഷുപ്പക്ഷിയുടെ പാട്ടുപോലെ ഹൃദ്യമായിരുന്നു. ലൂയിസും മേരിയും അമൂല്യമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുകയും അവരെ പഴിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ സമാധാനത്തിൻ്റെയും സ്വീകാര്യതയുടെയും ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സമുദായത്തിൻ്റെ കുന്നായ്മയും അസൂയയും കാപഢ്യം നിറഞ്ഞ ലോകവും ചിത്രത്തിൽ അനാവരണം ചെയ്തിരിക്കുന്നു. സാഹചര്യം വഷളാകുമ്പോൾ ലൂയിസും മേരിയും രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു. ഗ്രാമത്തിൽ നിന്നും അകലെയുള്ള ഒരു വൃദ്ധയുടെ വീട്ടിൽ താമസമാക്കുന്നു. മേരിയുടെ വികാരങ്ങൾക്ക് സ്ക്രീനിൽ വളരെയധികം ഇടമുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിലും ലൂയിസിന് മേരിയോട് സഹതാപത്തിനപ്പുറം ഒരു വികാരവും തോന്നുന്നില്ല. ഇവിടെ നിന്നും കുട്ടനെ അപ്പൻ തട്ടിക്കൊണ്ടുപോകുന്നു. ഒടുവിൽ കുട്ടനെ അനാഥനാക്കിക്കൊണ്ട് അതിദാരുണമായ കണ്ണീരു കലർന്ന ഒരു അന്ത്യത്തിലേക്ക് ചിത്രം പോകുന്നു. ഹൃദയം തകർന്നെങ്കിലും നിശ്ചയദാർഢ്യമുള്ള ലൂയിസ് കുട്ടൻ്റെ രക്ഷിതാവും പിതാവുമാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു.
പ്രതീക്ഷയുടെയും നഷ്ടത്തിൻ്റെയും മധുരവും കയ്പുമേറിയതുമായ കുറിപ്പോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. മേരിയുടെ വികാരങ്ങൾ കഥാപാത്രത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നും വളരെ മുന്നിലാണ്. ഇന്നത്തെ മിക്ക ചലച്ചിത്ര നിർമ്മാതാക്കളും വിവാഹിതയായ ഒരു സ്ത്രീയുടെ ആഗ്രഹങ്ങളെ ഇത്ര പ്രണയപരമായി ചിത്രീകരിക്കാൻ മടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.